നവാസിന്റെ മരണം ഇപ്പോഴും താങ്ങാനാവാത്ത വേദനയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ആ വേദന മാറുന്നതിന് തൊട്ട് മുൻപ് തന്നെ അടുത്ത വേദന കൂടി എത്തിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി മിമിക്രി കലാരംഗത്ത് വളരെയധികം സജീവമായിരുന്ന ഒരു കലാകാരന്റെ മരണം, അതും നവാസിനെ പോലെ തന്നെ ഹൃദയാഘാതം മൂലം. പതിറ്റാണ്ടുകളായി തന്നെ മിമിക്രി കലാരംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ സുരേഷ് കൃഷ്ണയാണ് ഹൃദയാഘാതം മൂലം കഴിഞ്ഞ ദിവസം അന്തരിച്ചത്. വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഞെട്ടലായിരുന്നു. മിമിക്രി താരങ്ങൾക്കിടയിൽ വളരെയേറെ നാളുകളായി തന്നെ സുപരിചിതനായ ഒരു വ്യക്തി എന്ന് തന്നെ ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വളരെയധികമാണ് തരംഗമായി മാറുന്നത്. ആരാധകർക്ക് വലിയ ഞെട്ടലായിരുന്നു എന്നാണ് എല്ലാവരും ഒറ്റയടിക്ക് പ്രതികരിക്കുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നൊരു മരണവാർത്ത അറിഞ്ഞു. സുരേഷ് കൃഷ്ണ വളരെ ഏറെ പതിറ്റാണ്ടുകളായി തന്നെ മിമിക്രി കലാരംഗത്ത് സജീവമായിരുന്നു. ഒരുപാട് സ്റ്റേജ് ഷോകളൊക്കെ തന്നെയും ചെയ്തിട്ടുള്ളൊരു കലാകാരനായിരുന്നു. എല്ലാവർക്കും, അതായത് ഒട്ടുമിക്ക മിമിക്രി കലാരംഗത്തുള്ള എല്ലാവർക്കും നന്നായി അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കലാകാരൻ, പ്രശസ്ത മിമിക്രി കലാകാരൻ കൂടിയായിരുന്നു പാലാ സുരേഷ് എന്നറിയപ്പെടുന്ന ഈ 53 വയസ്സുകാരൻ. പിറവത്തിലെ വാടക വീട്ടിലായിരുന്നു മരിച്ച നിലയിൽ അദ്ദേഹത്തിനെ കണ്ടെത്തിയത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം.